ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർ സ്കോച്ച് കേക്കാണ്. 1 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കാരമൽ സോസാണ്. കാരമൽ സോസ് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ദിവസം അത്രയും സമയം ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് 1/2 കപ്പ് ഷുഗർ എടുക്കുക. അതിനെ കാരമൽ ചെയ്യാനായിട്ട് ഇടുക. പറ്റുമെങ്കിൽ നിങ്ങൾ അലുമിനിയം പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഉപയോഗിക്കുക. കാരണം സ്റ്റീലാകുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാനും കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് ചിലപ്പോൾ കരിയാനൊക്കെ സാധ്യതയുണ്ട്, അധികം ചെയ്ത് ശീലമില്ലാത്തവർക്ക്. അപ്പോൾ അതിന് നല്ലത് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് അലുമിനിയോ നോൺ സ്റ്റിക്കാണ് നല്ലത്. ഇത് ഞാൻ ചായ ഉണ്ടാക്കുന്ന ചായപാത്രമാണ്. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ കറി വയ്ക്കുന്നത്, തോരൻ വയ്ക്കുന്ന, മീൻ പൊരിക്കുന്ന അങ്ങനത്തെ ഉള്ള പാത്രങ്ങളൊക്കെ എണ്ണമയുള്ളതൊക്കെ ആണെങ്കിൽ എടുക്കാതിരിക്കുക. അപ്പോൾ 1/2 കപ്പ് ആ ഷുഗർ ഇടുന്ന സമയത്ത് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്യുക. അത് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേനും നിങ്ങൾ സിമ്മിലേക്ക് ഇടുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് കാരമലായി ഒരു നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും അതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർക്കുക. സോൾട്ടഡ് അല്ലെങ്കിൽ അൺസോൾട്ടഡ് ചേർക്കാം. അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ആ സമയത്ത് ചേർത്താൽ മതിയാവും. ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് ചേർക്കാനുള്ളത് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം 1/2 കപ്പ് എടുക്കുക. ഏതായാലും ഒരുപോലെയാണ്, കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത്, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് 1/2 കപ്പ് എടുക്കുക. 1/2 കപ്പ് പഞ്ചസാര നമ്മളെടുത്ത് അതിന് അതേ റേഷ്യോയിൽ ക്രീം എടുക്കുക. ക്രീം എടുത്തിട്ട് ബട്ടർ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് കട്ട കിട്ടും. അതുകൊണ്ട് പേടിക്കാനൊന്നും വേണ്ട. മിക്സ് ആവും തോറും അലിഞ്ഞുകൊണ്ടിരിക്കും, നല്ല ക്രീമായിട്ട് കിട്ടും. നമുക്ക് ആ ക്രീമായിട്ട് വരുമ്പോഴത്തേനും അതെല്ലാം സിമ്മിലിട്ടിട്ടാണ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ക്രീം എല്ലാം മിക്സായി കഴിയുമ്പോഴത്തേനും, മെൽറ്റായി കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് തണുക്കുമ്പോഴത്തേനും പിന്നെ അത് കട്ടിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യത്തിൽ ലൂസായി പോയാലും പേടിക്കാനൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കേക്കിലേക്ക് ഒഴിക്കാനുള്ള ഒരു പരുവത്തിലേക്ക് കിട്ടും. അടുത്ത് നമുക്ക് സ്പോഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. 1 kg 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്. ഇത് ഇത്രയും എടുത്തിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം. എപ്പോഴും പറയും പോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് അരിച്ചിട്ട് അതിനെ മാറ്റി വയ്ക്കുക. അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് തലേദിവസം തന്നെ, കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. ഒട്ടും തണുപ്പ് പാടില്ല, അതിൻ്റെ ഈർപ്പമൊന്നും പാടില്ല. അതുകൊണ്ട് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക. 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് പതയായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബട്ടർ സ്കോച്ച് എസൻസിനെ ചേർക്കുക. വാനില എസൻസിന് പകരം. ബട്ടർ സ്കോച്ച് എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കുക. ബട്ടർ സ്കോച്ച് കേക്കായിട്ട് ബട്ടർ സ്കോച്ച് എസൻസ് തന്നെ ചേർക്കുകയാണെങ്കിൽ ഇതിന് നല്ല മണം കിട്ടും. അപ്പോൾ അഥവാ ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എത്രത്തോളം അടിക്കാൻ പറ്റുമോ അത്രത്തോളം അടിക്കുക. ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ അടിച്ചോളൂ കേട്ടോ. എഗ്ഗൊക്കെ ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ അടിക്കാം. അതിന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ട് പൊടിക്കുക. അപ്പോൾ 1 കപ്പ് പഞ്ചസാര വരും, ആ പഞ്ചസാര പൊടി വരും. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ഈ എഗ്ഗിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് കുറച്ചായിട്ട് ചേർക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അത് ക്രീമി ആയിക്കൊണ്ടിരിക്കും ഷുഗർ ചേർക്കും തോറും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു റിബൺ ടെക്സ്ചർ വരും. അതിനടിച്ച് വരുമ്പോഴത്തേനും ആ ഒരു പരുവാകുമ്പോഴത്തേനും നിർത്തുക. അത് കഴിഞ്ഞ് ചേർക്കാനുള്ളത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് 1/4 കപ്പ് പാലും കൂടി ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കുക. ഒരുപാട് ബ്ലെൻഡ് ചെയ്യരുത്. ഇത് ഫ്ലഫി ആയിട്ടിരിക്കുന്നതൊക്കെ പോവും, പിന്നെ കേക്ക് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അടിക്കുക, നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. കുറച്ചായിട്ട് ഇട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുക്കുക. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബീറ്റാൻ തന്നെ ബ്ലൈഡ് വെച്ചിട്ട് ഓൺ ആക്കത്തില്ല, അല്ലാണ്ട് തന്നെ അതിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നീട് സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ബീറ്ററിലാണ് അടിക്കുന്നതെങ്കിൽ ഒരു 5 to 10 സെക്കൻഡ്സ് ഒന്ന് ബീറ്ററിട്ട് അടിക്കുക. പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 30 സെക്കൻഡ്സിന് മേലെ ബീറ്റർ വെച്ചിട്ട് അടിക്കരുത്.
അത് കഴിഞ്ഞിട്ട് 1/4 കപ്പ് പാലിൽ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക. 1/4 കപ്പും വേണ്ടെങ്കിൽ അത്രയും ഒഴിക്കണ്ട. അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുക. കറക്റ്റ് ആ റിബൺ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാവിടുക, കുറച്ച് പാലൊഴിക്കുക, മിക്സ് ചെയ്യുക. കുറച്ച് മാവിടുക, കുറച്ച് പാലൊഴിക്കുക, മിക്സ് ചെയ്യുക. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റാണ് പാൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും അതിൻ്റെ ടെക്സ്ചർ എത്തുമ്പോഴത്തേനും നിർത്തുക. ആദ്യമേ കയറി 1/4 കപ്പ് പാലൊന്നും ഒഴിച്ച് കളയരുത്, പിന്നെ ഭയങ്കര ലൂസായി പോവും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഞാൻ ഗ്യാസ് അടുപ്പിലാണ് വയ്ക്കുന്നത്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്യാനിട്ട് വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 8 ഇഞ്ചിൻ്റെ പാനാണ്. 8 ഇഞ്ചിൻ്റെ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂക്കിയിട്ട് അതും ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ളത് തട്ടിക്കളയുക. എന്നിട്ട് അതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഒരു 10-20 പ്രാവശ്യം വേണമെങ്കിൽ ടാപ്പ് ചെയ്തോ, കാരണം ആ ബബിൾസ് എല്ലാം പോകണം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ ഒരു സൈഡ് പൊങ്ങിയോ ഒരു സൈഡ് താഴ്ന്ന് കുഴിഞ്ഞ് എല്ലാം പോവും. അതുകൊണ്ട് നന്നായിട്ട് ആ ബബിൾസ് എല്ലാം പോകുന്ന രീതിയിൽ ടാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വയ്ക്കണം. മീഡിയം അല്ലെങ്കിൽ സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 40-45 മിനിറ്റ്സ് അതിനെ വേവിക്കുക. അപ്പം എനിക്കിതിലിപ്പോൾ കാണാൻ സാധിക്കും, പൊങ്ങി വരുമ്പോഴത്തേന് അത് വേവുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ അപ്പോഴാണ് തുറന്ന് നോക്കാം. ഇപ്പം അല്ലാണ്ട് ഉരുളിയിലൊക്കെയാണ് ചിലർ വെക്കുന്നത്. ഇതുപോലെ തിരുവളയം വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നതെങ്കിൽ 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നല്ല മണം വരും കേക്കായതിൻ്റെ. ആ സമയത്ത് മാത്രം തുറന്ന് നോക്കുക. നല്ല പൊങ്ങി വരുന്ന സമയത്താണ് തുറന്ന് നോക്കുന്നതെങ്കിൽ അത് മുഴുവനായിട്ട് നടുക്ക് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് വെന്തതിന് ശേഷം ഇതുപോലൊരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ പുറത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൽ നിന്ന് മോൾഡ് ചെയ്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഫസ്റ്റ് ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എപ്പോഴും ചെയ്യും പോലെ 1-ലിട്ട് കുറച്ച് നേരം അടിച്ച് അതിനൊരു ലെയർ കാണുമ്പോഴത്തേനും രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് അടിക്കുക. അതിലും കുറച്ചും കൂടി ലെയറായിട്ട് വരുമ്പോഴത്തേനും മൂന്നാമത്തേലിടുക. അങ്ങനെ ഒരു 3-4 വരെയൊക്കെ ആകുമ്പോഴത്തേനും അത് നല്ല സ്റ്റിഫായി കിട്ടും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യുക. ഗ്രീൻ കളർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ച് വയ്ക്കുക. ഒന്നെങ്കിൽ ആ ബീറ്ററിട്ടിന് ഒരു അടി അടിക്കുക, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നത് എൻ്റെ കേക്കിൻ്റെ തീം എന്ന് പറയുന്നത് ഡോറ തീം കേക്കാണ്. ഭയങ്കര ഡിസൈൻ ഒന്നുമില്ല, സിമ്പിൾ കേക്കാണ്. അതിലേക്ക് ആ ഗ്രാസിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കേക്കിലേക്ക് വേണ്ടിയിട്ട് ക്രീം അടിക്കാം. അത് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അതിനെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റിഫായതിന് ശേഷം അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച കാരമൽ സോസ് ഇല്ലേ, അതിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ ഒരു കാരമൽ കൂടി മിക്സ് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിനെ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആ ഗ്രീൻ കളർ ആഡ് ചെയ്തതും ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം തണുക്കാൻ വെച്ച കേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. ഫസ്റ്റ് ലെയർ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. നൈഫ് കൊണ്ടിട്ട് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഒന്ന് ചുറ്റിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ലെയറായിട്ട് കിട്ടും, നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ 3 ലെയർ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തത് പ്രലയൻ ഉണ്ടാക്കാം. പ്രലയൻ എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ മുട്ടായി പോലത്തെ സംഭവം, നട്ട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കാം. നമ്മൾ ഈ ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇടാനായിട്ടാണ് കേട്ടോ, കുറച്ച് കടിക്കാനും കിട്ടും അങ്ങനെ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് 1/2 കപ്പ് നട്ട്സ് എടുക്കാം. നട്ട്സ് പീനട്ടോ കാഷ്യൂനട്ടോ ബദാം ഇതെന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചെടുത്താലും കുഴപ്പമില്ല. ഒരു സാധനം ഉള്ളെങ്കിൽ ഒരു നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് 1/2 കപ്പായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പം തന്നെ ചൂടായി വരുമ്പം തന്നെ ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ചേർക്കുക. എന്നിട്ട് അത് കാരമൽ ആകുമ്പോഴത്തേനും അതിലേക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ബട്ടർ ചേർക്കുക. അൺസോൾട്ടഡോ സോൾട്ടഡോ ചേർക്കാം. അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ച നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ബട്ടർ തേച്ചിട്ട് അതിലേക്ക് ഈ നട്ട്സൊക്കെ ഇട്ട ഇതിനെ ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിൽ ജാറിയിട്ട് പൊടിക്കുക. ഇത് പൗഡറായിപ്പോൾ അല്ലാണ്ട് ഇടിച്ചിട്ട് അതിനെ ഒന്ന് ചെറിയ പീസാകുന്ന രീതിയിൽ ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ പ്രലയൻ റെഡിയായി.
അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കുക. 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒന്നുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ കാണിക്കും പോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് അതിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വയ്ക്കുക. ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ മുകൾ ഭാഗമില്ല, അതിനെ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ അടിഭാഗത്താക്കുക. അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കാരമൽ സോസ് ഒഴിക്കുക. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലും 1 സ്പൂൺ കാരമൽ സോസ് ഒഴിക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം സെക്കൻഡ് ലെയർ വയ്ക്കാനായിട്ട്. സെക്കൻഡ് ലെയർ വയ്ക്കാനല്ല, അതിന് മുന്നേ നമ്മുടെ പ്രലയനം കൂടി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടില്ലേ, അതിനെയും കൂടിയിട്ട് നന്നായിട്ട് ലെയറിലേക്ക് ആക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വയ്ക്കുക. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോഴത്തേനും പിന്നെ ഏറ്റവും അടിഭാഗത്തുള്ളതിന് സെക്കൻഡ് ലെയർ ആക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് ഏറ്റവും അടിഭാഗത്ത് വരുന്ന പീസിനെയാണ് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ലെയർ ചെയ്യുമ്പം വയ്ക്കുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ കാരമൽ സോസ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വിപ്പിംഗ് ക്രീം തേക്കുക. അതിൻ്റെ മുകളിൽ 1 സ്പൂൺ കാരമൽ സോസ് ഒഴിക്കുക. പ്രലയനം ഇടുക. തേർഡ് ലെയർ വയ്ക്കുക. തേർഡ് ലെയർ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്യുക. തേർഡ് ലെയറും വെച്ചതിന് ശേഷം നന്നായിട്ട് ക്രം കോട്ട് ചെയ്യുക. ക്രം കോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലുള്ള പൊടി പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനാണ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ കേക്ക് ഒന്ന് സെറ്റായി വരും. അപ്പോൾ നമുക്ക് മെയിൻ കോട്ട് കൊടുക്കുമ്പോൾ എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കും പോലെ ക്രം കോട്ട് ചെയ്ത് കേക്ക് ഇച്ചിരി വെളിയിൽ കണ്ടാലൊന്നും കുഴപ്പമില്ല. അത് നന്നായിട്ട് നമ്മൾ സിമൻറ്റ് തേക്കും പോലെ അതുപോലെ നന്നായിട്ടൊന്ന് ക്രീം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കുക. അപ്പോൾ തലേദിവസം രാത്രി ഉണ്ടാക്കി ക്രം കോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ നല്ല സെറ്റായി കിട്ടും. സമയമില്ലെങ്കിൽ 4-5 മണിക്കൂർ സമയമില്ലെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ 1/2 മണിക്കൂറെങ്കിലും വെക്കുക ക്രം കോട്ട് ചെയ്തിട്ട്. എന്നിട്ട് മെയിൻ കോട്ട് കൊടുക്കുക. മെയിൻ കോട്ട് നന്നായിട്ട് തന്നെ ക്രീം തേച്ചിട്ട് നന്നായിട്ട് മെയിൻ കോട്ട് കൊടുക്കുക. ഞാനിതിൽ കാണിക്കും പോലെ ഇപ്പോൾ നമ്മൾ ATM കാർഡിൻ്റെ അല്ലെങ്കിൽ അതിന് ഹോസ്പിറ്റൽ കാർഡ് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും കാർഡ് ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിട്ട് ഇങ്ങനെ തേക്കുവാണെങ്കിൽ നന്നായിട്ടൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും കാർഡ് കിട്ടുവാണെങ്കിൽ അതിട്ട് ചെയ്യാറുണ്ട്. അത് നല്ല സ്മൂത്താവും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കും. ഏതെങ്കിലും യൂസ് ഇല്ലാത്ത ഏതെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഫൈനൽ കോട്ടും കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രീൻ കളർ ചേർത്ത് വിപ്പിംഗ് ക്രീം ഇല്ല, അത് ഗ്രാസ് നോസിൽ വാങ്ങാൻ കിട്ടും. അപ്പം അതിനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഗ്രാസ് നോസിലിൽ ഗ്രാസ് ചെയ്യുകയാണ്. കേക്കിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ ഗ്രാസ് ചെയ്യുന്നുള്ളൂ, മുകൾ ഭാഗത്ത്. ബാക്കി ഭാഗത്ത് ഹാപ്പി ബർത്ത്ഡേ എഴുതാനായിട്ട് സ്പേസ് ഇട്ടേക്കുവാണ്. പിന്നെ എൻ്റെ ബോർഡെല്ലാം ഗ്രാസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, വേറെ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഡോറയുടെ തീം കിട്ടും, നമുക്ക് പേപ്പർ കട്ടിങ്ങിന് വാങ്ങാൻ കിട്ടും, കേക്ക് ഷോപ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും വാങ്ങിയിട്ട് അതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ അവിടെ ഇവിടെയായിട്ട് കുത്തി വെച്ചാൽ മതിയാവും. അപ്പം ഈ ഡോറ ബുജിയുടെ തീം കേക്ക് റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ബട്ടർ സ്കോച്ച് ഡോറ ബുജി തീം കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും കപ്പായി തീക്കണം, കമൻറ്റ് തീക്കണം, ഷെയർ തീക്കണം.